2025 മേടം, ഇടവം, മിഥുന മാസങ്ങളിൽ ജനിച്ച മകയിര നക്ഷത്രക്കാരുടെ വർഷഫലം. ആദ്യം മലയാള മാസം അറിയണ്ടെങ്കിൽ ജനിച്ചത് ജാനുവരി 10-നാണെങ്കിൽ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 10-ൻ്റെ മാസം ഏതാണെന്ന്, മലയാള മാസം ഏതാണെന്ന് മനസ്സിലാക്കാം. ഇനി മേടമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം. ജാനുവരി പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളുണ്ടാകും. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷന് തടസ്സങ്ങൾ കാണുന്നുണ്ട്. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത്. ഫെബ്രുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിൽ വ്യക്തിപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല, തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങൾ, അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം, മനസമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നു. മാർച്ച് മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, കേസ് വഴക്കിനൊന്നും പോകരുത്, അനാവശ്യ പ്രശ്നത്തിൽ തലയിടരുത്, വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ട്രാൻസ്ഫറും ഉണ്ടാകാം. ഏപ്രിൽ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും അനാവശ്യ ചെലവ് നിയന്ത്രിക്കണം, ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, വേണ്ടാത്ത പ്രശ്നത്തിൽ തലയിടരുത്, തൊഴിൽപരമായി നന്നല്ല, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷന് തടസ്സങ്ങൾ. മെയ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, തൊഴിൽ പ്രശ്നങ്ങൾ, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷന് തടസ്സങ്ങൾ, വ്യക്തിപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ജൂൺ മാസം മോശമാണ്. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ട്രാൻസ്ഫർ, തൊഴിൽ പ്രശ്നങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, വ്യക്തിപരമായ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. ജൂലൈ മാസം സഹോദരാദികൾക്കും മാതാവിനും നല്ല മാസമാണ്. പക്ഷേ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയതാണ്. കുടുംബപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിനെല്ലാം നല്ലതാണെങ്കിൽ അനാവശ്യ ചെലവ് നിയന്ത്രിക്കണം, വേണ്ടാത്ത പ്രശ്നത്തിൽ തലയിടരുത്, പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങൾ. വ്യക്തിപരമായിട്ടും അത്ര നല്ല മാസമൊന്നും അല്ല. ഓഗസ്റ്റ് മാസം സഹോദരാദികൾക്ക് നല്ലതാണ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ മനസമാധാനക്കുറവ്, ടെൻഷനും, ട്രാൻസ്ഫർ, അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങൾ കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം സഹോദരാദികൾക്ക് നല്ലതാണ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്, ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം. ആരോഗ്യപരമായിട്ട് നല്ലതല്ല, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ട്രാൻസ്ഫർ, ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മാതാവിനും മാസം അത്ര നല്ലതല്ല. ഒക്ടോബർ മാസം സഹോദരാദികൾക്ക് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹമെല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്തും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല.
ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ട്രാൻസ്ഫർ, ഇതിനെല്ലാം സാധ്യതയുണ്ട്. നവംബർ മാസം സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കാര്യവിജയം, ഓപ്പറേഷന് പറ്റിയ മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കിനല്ല അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. പക്ഷേ അലസത, ആരെങ്കിലും പറ്റിക്കുക, വേണ്ടാത്ത പ്രശ്നത്തിൽ തലയിടരുത്, പണം നഷ്ടപ്പെട്ടുവോ, കളവ് കൂടുക, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം. ഡിസംബർ മാസം സഹോദരാദികൾക്ക് നല്ലതാണ്. അച്ഛനും മക്കൾക്കും നല്ല മാസമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസ യാത്രയെല്ലാം പോകാൻ പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. സ്വത്ത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ വേണ്ടാത്ത പ്രശ്നത്തിൽ തലയിടരുത്, പണം നഷ്ടപ്പെട്ടുവോ, കളവ് പോവുക, ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സമെല്ലാം കാണും. ഇനി ഇടവമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം. ഇടവമാസം ജനിച്ചവർക്ക് ജാൻവരി വലിയ ഗുണവും ദോഷവും ഇല്ലാത്ത മാസമാണ്. ഫെബ്രുവരിയിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. മാർച്ച് മാസം തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ഏപ്രിൽ മെയ് മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. വേണ്ടാത്ത പ്രശ്നത്തിൽ തലയിടരുത്. അനാവശ്യ ചെലവ് നിയന്ത്രിക്കണം. ആരെങ്കിലും പറ്റിക്കും, ചതിയിൽപ്പെടും. ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ജൂൺ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. ബിസിനസ് ഒഴിച്ച് ജൂലൈ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക്, മൂത്ത സഹോദരങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ ഇളയ സഹോദരങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങൾ. ഓഗസ്റ്റ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. സെപ്റ്റംബറിൽ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. സെപ്റ്റംബർ വീട് നിർമ്മാണത്തിന്, വീടുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവാഹനാദികളുടെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊന്നും പറ്റിയ മാസമല്ല. ഒക്ടോബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. നവംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നിട്ട് കണ്ടെത്തും.
കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രോവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം. ഡിസംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സമെല്ലാം കാണുന്നുണ്ട്. ഇനി മിഥുനമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. ജാനുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്താൻ പറ്റും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കോ, ചതിയിൽപ്പെടുക, ട്രാൻസ്ഫർ, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം പൊതുവെ മോശമാണ്. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ട്രാൻസ്ഫർ, വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, ടെൻഷൻ, അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. മാർച്ചിൽ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട്, ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, ടെൻഷൻ, അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ട്രാൻസ്ഫർ, വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക. ഏപ്രിൽ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ട്രാൻസ്ഫർ, വല്ലതും കളവ് പോവുക, വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും തടയിടരുത്. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല. മെയ് മാസം അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ആരെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാവുക. അതുപോലെ തന്നെ വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും തലയിടരുത്. ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. പൊതുവെ ഒരു അലസത അനുഭവപ്പെടുന്നൊരു മാസമാണ് മെയ്. ജൂൺ, ജൂലൈ മാസങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പഴയ പോലെ തന്നെ അങ്ങ് പോകും. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടും നല്ല മാസമാണ്. ഒക്ടോബർ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. നവംബർ, ഡിസംബർ മാസങ്ങളും വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കാണ് പൊതുവെ ഈ മിഥുന മാസം ജനിച്ചവർക്ക് അനുഭവപ്പെടുക.